ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ലോകത്തിൽ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച, ചിന്തകളെ മാറ്റിമറിച്ച വളരെ മികച്ചൊരു പുസ്തകമാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ജീവിതത്തിൽ പലതും നേടാൻ കഴിയാതെ പോയവരുണ്ട്. ജീവിതത്തിലെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ടാവും. എനിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല, എനിക്കിപ്പുറത്ത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നു, എക്സ്ക്യൂസസ്. പക്ഷെ അതേസമയം ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരാളോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ഇതൊന്നും പറഞ്ഞെന്ന് വരില്ല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനും ഇതൊക്കെ നേടിയെടുത്ത മനുഷ്യനും പറയാൻ പറ്റുന്ന എക്സ്ക്യൂസുകളാണ് ഇതെല്ലാം. എനിക്കതുണ്ടായിരുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നു. രണ്ടു കൂട്ടർക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. പക്ഷേ ആദ്യത്തെ മനുഷ്യൻ അതിനെ എക്സ്ക്യൂസുകളായിട്ട് ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ മനുഷ്യൻ അതിനെ പരിഗണിക്കുന്നില്ല. അങ്ങനെയാണ് അയാൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. എക്സ്ക്യൂസുകൾ ശരിക്കും മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു രീതിയാണുള്ളത്. കാരണം നമ്മുടെ തോൽവിയുടെ ഭാരം കുറയ്ക്കും, തോൽവിയുടെ ഉത്തരവാദിത്വം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ട് നമുക്ക് തോന്നിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസുകൾ പറയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകം നമ്മളോട് പറയുന്നു, ആദ്യമേ എക്സ്ക്യൂസുകൾ മാറ്റിവെക്കണം. ഒരിക്കലും ജീവിതത്തിൽ എക്സ്ക്യൂസുകൾ പറയരുത്. കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ദേ ബിലീവ്. അതായത് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം അവർക്ക് കഴിയുമെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ജീവിതത്തിൽ വിജയിച്ചവരുടെ ഒരു വലിയ ഗുണമാണത്. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ തനിയെ വരുമെന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് പറ്റില്ല എന്നതിന് പകരം എങ്ങനെ കഴിയുമെന്നുള്ളൊരു ചോദ്യമായിരിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം ഉറച്ച് വിശ്വസിക്കുമ്പോൾ, നമ്മളിത് നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ എങ്ങനെ നടക്കും എന്നുള്ളത് മാത്രമാണ് പിന്നെ ബാക്കി നിൽക്കുന്നത്. മാത്രമല്ല ഇവർ വിശ്വസിക്കുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ല, ദേ ബിലീവ് ഇൻ ബിഗ് തിങ്സ്. അവർ വലിയ കാര്യങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങൾ, വലിയ കമ്പനികൾ, വലിയ വിപ്ലവങ്ങൾ ഈ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ഉദാഹരണമാണ് അബ്രഹാം ലിങ്കൺ. ആ മനുഷ്യൻ ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടു, എനിക്കൊരു പ്രസിഡന്റ് ആവണമെന്ന്. അതിൽ അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. ആ പോരാട്ട വീര്യമാണ്, ആ സ്വപ്നത്തിന്റെ വലുപ്പമാണ്, ആ വിശ്വാസമാണ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും മത്സരിക്കാനും വീണ്ടും മുമ്പോട്ട് പോകാനും ആ സ്വപ്നത്തിൽ എത്തിച്ചേരാനും സഹായിച്ചത്. ഇങ്ങനെയൊരു ഉറപ്പുള്ള മനുഷ്യന്, ഇങ്ങനെയൊരു വിശ്വാസമുള്ള മനുഷ്യനെ ബാക്കി മനുഷ്യരും വിശ്വസിക്കുമെന്നുള്ളതാണ്. ഇത്രമാത്രം ഉറപ്പോടെ മനുഷ്യൻ കാര്യം പറയുമ്പോൾ മറ്റുള്ളവരും അദ്ദേഹത്തിൽ വിശ്വസിക്കും, മറ്റുള്ളവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. ദേ ബിലീവ് ഇൻ ബിഗ് തിങ്സ്. മൂന്നാമത്തെ കാര്യം, ദേ സ്റ്റിക്ക് ടു ഇറ്റ്. അതായത് പെർസിവറൻസ് ആണ്. അവർ പിടിച്ചു നിൽക്കുന്നവരാണ്. സെൻ ബുദ്ധിസത്തിലെ പ്രമുഖനായ ഹക്യുനെക്കാക്കു ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വലിയ മരം മുറിക്കുന്നത് പോലെയാണ്. ഒരു വെട്ടിന് ചിലപ്പോൾ വീഴുന്നു വരില്ല, രണ്ട് വെട്ടിന് ചിലപ്പോൾ വീഴുന്നു വരില്ല. പക്ഷെ പല മനുഷ്യരും രണ്ട് വെട്ടി കഴിയുമ്പോൾ മാറി നിന്നിട്ട് ചോദിക്കും, ഇതെന്താണ് ഈ മരം വീഴാത്തത്? വീണ്ടും അവർ ഒന്ന് രണ്ട് വെട്ടുകൂടി വെട്ടിയിട്ട് ചോദിക്കും, എന്താണ് ഈ മരം വീഴാത്തത്? ഈ മരത്തിന്റെ വലുപ്പം കൂടുന്തോറും അത്രയേറെ വെട്ടാൻ നമ്മൾ തയ്യാറാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഈ വിജയികൾ അങ്ങനെയാണ്. അവർ ആ മരം മുറിയുന്നിടം വരെ അതിനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുറിയുന്ന ഒരു സ്ഥിതി എത്തിയാൽ ആര് പിടിച്ചു നിർത്താൻ നോക്കിയാലും അതിന് കഴിയില്ല, ആ മരം വീഴുക തന്നെ ചെയ്യും. ഇങ്ങനെ പെർസിവിയർ ചെയ്യാനുള്ള, ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയാണ് വിജയികൾക്കുള്ളത്. അവരൊരു കാര്യം നടന്നില്ലെങ്കിൽ ഇട്ടേച്ചു പോകുന്നവരല്ല. നാലാമത്തെ കാര്യമാണ് ബിഗ് ഒപ്റ്റിമിസം. ജീവിതത്തിൽ വിജയിച്ചവർ പലപ്പോഴും എല്ലായിടത്തും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. കാരണം പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്തതാണ്, പല സാഹചര്യങ്ങളും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാത്തിലും നല്ലത് കാണാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ രണ്ട് ശബ്ദങ്ങളുണ്ട്, ഒന്നൊരു വിജയിയുടെയും ഒന്നൊരു അലസൻ്റെയും, ഒന്നൊരു പോസിറ്റീവും ഒന്നൊരു നെഗറ്റീവും. ഈ രണ്ട് ശബ്ദങ്ങളിൽ ആർക്കാണ് നമ്മൾ ചെവി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിരിക്കുന്ന മുറിയിൽ തന്നെ നമ്മൾ ചുറ്റി നോക്കിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു പൊട്ട മുറിയാണിത്, ഇവിടെ ഇരുന്നാൽ പഠിക്കാൻ തോന്നുന്നില്ല, ഇവിടെ ഇരുന്നാൽ അധ്വാനിക്കാൻ തോന്നുന്നില്ല, ഇവിടെ വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ശരിക്കും ആ മുറി അങ്ങനെ തന്നെയാണെന്ന് ഫീൽ ചെയ്യും. പക്ഷേ അതേസമയം ആ മുറിയിലേക്ക് നോക്കിയിട്ട് ഇവിടെ എന്നെ പ്രചോദിപ്പിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ഈ മുറിയിൽ എനിക്ക് എങ്ങനെ പോസിറ്റീവ് വൈബ് കൊണ്ടുവരാൻ പറ്റും, എന്നെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് എനിക്ക് ഈ മുറിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നാണ് ഈ ഒപ്റ്റിമിസ്റ്റുകൾ ചിന്തിക്കുന്നത്. ഒപ്റ്റിമിസ്റ്റുകൾ എപ്പോഴും അറ്റൻഷൻ കൊടുക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും. അവർക്കറിയാം അവരുടെ ജീവിതത്തിൽ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അവർ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് നമ്മളോട് പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, ക്രിയേറ്റിവിറ്റി. ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് ക്രിയേറ്റിവിറ്റി. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പടം വരയ്ക്കാനുള്ള കഴിവോ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവോ അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പലരും ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ മികച്ച കലാകാരന്മാരെയോ മറ്റുമാണ് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കണ്ടാൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു കഴിവാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട്ടമ്മ മനസ്സിലാക്കുന്നു തൻ്റെ വീട്ടിലെ ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഡയറി എടുത്ത് എഴുതി കണക്ക് കൂട്ടി എവിടെ കുറയ്ക്കാമെന്ന് കണ്ടുപിടിക്കുന്നു. ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ചെറിയൊരു ഉദാഹരണം.
ഇങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെയാണ് ഇദ്ദേഹം ഇതിനെ ഒന്നാമത്തെ പോയിന്റുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി കംസ് ഫ്രം ബിലീഫ്. ഒരു കാര്യത്തിന് നമ്മൾ ക്രിയേറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ബിലീഫ് ഉണ്ടാവണം. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ പറ്റണം. ഡേവിഡ് ജോസഫ് എന്ന മാജിക് ഓഫ് തിങ്കിങ് ബിഗിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഡു വാട്ട് യു ഫിയർ ആൻഡ് ദ ഫിയർ ഡിസപ്പിയേഴ്സ്. നിങ്ങൾ ഭയപ്പെടുന്ന എന്തിനെയാണോ അത് ചെയ്തു നോക്കുക, പിന്നെ ആ ഭയം നിങ്ങൾ കാണില്ല, ആ ഭയം അപ്രത്യക്ഷമാകും. നമ്മൾ ഭയപ്പെടുന്നത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഭയം സത്യത്തിൽ അപ്രത്യക്ഷമാകുന്നത് എന്നാണ് ഈ പുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്നത്. ഡു വാട്ട് യു ഫിയർ ആൻഡ് ദ ഫിയർ ഡിസപ്പിയേഴ്സ്.